ഹലോ ഗായ്സ്, ഇപ്രാവശ്യത്തെ എൻ്റെ പിറന്നാൾ വളരെയധികം ലളിതമായിട്ടായിരുന്നു ആഘോഷിച്ചിരുന്നത്. വലുതായിട്ട് ആഘോഷമൊന്നും ഇല്ലായിരുന്നു. 4 ദിവസം കഴിഞ്ഞ് ഇന്ന് എൻ്റെ നാളിൻ്റെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമല്ല, ചെറിയൊരു പായസം ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. രാവിലെ തന്നെ പോയി പായസം മിക്സൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ പാലും നെയ്യും കിസ്മിസൊക്കെ മേടിച്ച് എല്ലാം കൂടി അടിപൊളിയായിട്ട് കുർണാസിൻ്റെ ഒരു സ്റ്റൈലുള്ള അടിപൊളി പായസം. അപ്പോൾ പാൽപ്പായസമാണ് ഉണ്ടാക്കിയത്. സേമിയ പായസം. അപ്പോൾ സേമിയ പായസം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന നല്ല അടിപൊളി പഴുത്ത ഞാലിപ്പവും പഴമൊക്കെ ആയിട്ട് തിരുമ്മി കൂട്ടി അങ്ങ് കുഴച്ച് മറിച്ച് അങ്ങ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ പായസം ആയതുകൊണ്ട് പ്രത്യേകിച്ചും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് അരിപ്പുട്ടും തക്കാളി അരച്ചു കൂട്ടിയതായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങ് ഉഷാറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിച്ചപ്പോഴാണ് ഇന്നലത്തെ പായസം രാത്രി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കുറേ മിച്ചം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഓരോ ഗ്ലാസ് എടുത്ത് അങ്ങ് തട്ടി വിടാമെന്ന്. ഒരു ഗ്ലാസ് എടുത്തങ്ങ് കുടിച്ചപ്പോൾ എൻ്റെ അമ്മോ, ഈ പായസം തണുത്ത് കഴിയുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നതെന്ന് പറഞ്ഞ് വെറുതെ അല്ല ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 1, 2, 3 ആയിട്ട് അകത്താക്കി. അപ്പോൾ ഞാനിത് അങ്ങോട്ട് കുടിക്കട്ടെ. അപ്പോൾ ഇതുപോലെ പിറന്നാളിന് പായസം വെച്ച് ആഘോഷിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.